കാലവർഷത്തിന്റെ കലിത്തുള്ളലിൽ നാശനഷ്ടം ഉയരുന്നു. മഴയ്ക്കൊപ്പമുണ്ടാകുന്ന കാറ്റ് ഭീതി വിതയ്ക്കുകയാണ്. അയ്യപ്പൻകോവിലിൽ ഏലവും ഏത്തവാഴയും കാറ്റ് നശിപ്പിച്ചു. അയ്യപ്പൻകോവിൽ ഉപ്പൂട്ടിൽ റോയിയുടെ 100ഓളം ഏലച്ചെടികളും മരച്ചീനിയും ഏത്തവാഴയും നശിച്ചു. ഇക്കൊല്ലവും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിട്ടുള്ളത്. അയ്യപ്പൻകോവിലിൽ കാലവർഷം കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ കവർന്നെടുത്തു. മഴയോടൊപ്പം ഉണ്ടായ കാറ്റാണ് നാശം വിതച്ചത്. റോയി ഭൂമി പാട്ടത്തിനടുത്ത് ഇറക്കിയ കൃഷിയാണ് കാലവർഷം നശിപ്പിച്ചത്. 100ഓളം ഏലച്ചെടികൾ നശിപ്പിച്ചു. 2024 കനത്ത വേനലിൽ ഏലം പൂർണ്ണമായും നശിച്ചിരുന്നു. തുടർന്ന് പുതിയ കൃഷി ഇറക്കി കായ് പിടിച്ചു വരുന്ന സമയത്താണ് കാറ്റ് നാശം വിതച്ചത്. പരിക്കാറായ മരച്ചീനിയും റോയിക്ക് നഷ്ടമായി. വേനലിൽ ഉണങ്ങിയ ചെടികൾക്ക് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് റോയിക്ക് ലഭിച്ചത്. ഇന്നത്തെ കാറ്റും മഴയത്തും എനിക്ക് എൻ്റെ കപ്പയും വാഴയും 10-25 വാഴയും പിന്നെ കപ്പ ആണ് കുറേ കാറ്റ് തൊടിഞ്ഞു പോയി. ഏലമായാലും കഴിഞ്ഞ ദിവസം ഉണക്കി പോയ ഏലം പൊടിച്ച് ഏലം ഒരു 10-100 ഏലം മൊത്തം കാറ്റൊടിച്ച് പറിക്കും. കഴിഞ്ഞ വർഷത്തെ ഉണക്കിനാണെങ്കിൽ 1 രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഉണക്കിന് പുതുക്കാനായിട്ട് വകുപ്പ് മാത്രമേ എനിക്കൊരു 6000 രൂപ വന്നു. കഴിഞ്ഞ ദിവസം ഒരു 10-300 ഏലം തീർത്താണ്. ഇപ്പോൾ അതിനൊക്കെ ഞാൻ പുതുക്കി എത്തിക്കൊണ്ട് വന്നാൽ വീണ്ടും ഇന്നലത്തെ മഴ ഇന്നലത്തെ കാറ്റത്തെ മൊത്തം തകർന്ന് തടുപ്പണമായി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മേരികുളം ചേമ്പലത്ത് മരം കടപുഴകി റോഡിന് കുറുകെ വൈദ്യുതി ലൈനിൽ വീണു. 2 ദിവസമായിട്ടും ഇത് വെട്ടി നീക്കിയിട്ടില്ല. ഭയങ്കരമായിട്ട് ശക്തമായ കാറ്റും മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അത് മരം പറന്ന് ലൈനിലായിട്ട് വീഴുമായിരുന്നു. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ പകല് 11 മണി ആയി. അതുകൊണ്ട് ഇവിടെ KCB വിളിച്ചു പറഞ്ഞു. അവർ ഇതുവരെ വന്നില്ല. മരം റോഡിന് കുറുകെ കിടക്കുന്നതിനാൽ മേരികുളം ചേമ്പളം കിഴക്കേമാട്ടുകെട്ട് റോഡിലൂടെ ഗതാഗതവും മുടങ്ങി. പ്രദേശത്ത് 2 ദിവസമായി വൈദ്യുതിയുമില്ല. ഇത് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയുമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.